നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.എ. ബേബിക്ക് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പത്തനാപുരം മണ്ഡലങ്ങൾ ഇക്കുറി LDF-നൊപ്പമെന്ന് ചെങ്ങറ സുരേന്ദ്രൻ. പുനലൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർത്താൻ പേപ്പർ മിൽ തടയണയുടെ ഉയരം കൂട്ടാൻ കൌൺസിൽ പ്രമേയം. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചുടുകട്ടപ്പാലം നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നു. പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ. മുന്നണികൾ വിശ്രമമില്ലാത്ത പ്രചരണത്തിൽ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.എ. ബേബിക്ക് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. രാവിലെ 8-ന് തുടങ്ങിയ സ്വീകരണം പുലരുവോളം നീണ്ടു. ഓരോ കേന്ദ്രങ്ങളിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് ജനം എം.എ. ബേബിയെ വരവേറ്റത്. ഇടതുപക്ഷത്തിന്റെ കരുത്തായി മാറാനുള്ള ചരിത്ര നിയോഗം സിനാവിനെ ഏൽപ്പിക്കുവാൻ പ്രിയമുള്ള സിനാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന സുധാകരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പുനലൂർ നഗരസഭയിലെ ആരംപുന്നയിൽ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ. രാജു സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വീകരിക്കാൻ ഉള്ള അമ്മമാരുൾപ്പെടെ കടന്നു വരുന്നവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. തൊഴിലാളിയെ സ്വീകരിച്ചതിന് ശേഷം സ്റ്റേജിൽ താഴോട്ട് ഇറങ്ങുക. മുമ്പോട്ട് കടന്നു വന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്ത്രീകൾ ധാരാളമായി സ്വീകരിക്കാൻ ഇപ്പോൾ അവർക്ക് അല്പം വഴി. നമ്മുടെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം.എ. ബേബിക്ക് വളരെ ഉജ്ജ്വലമായ സ്വീകരണം കോതമംഗലിൽ ബഹുജനങ്ങളായ ഒന്നാകെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുനലൂർ നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് എം.എ. ബേബിക്ക് ഒരുക്കിയത്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ പ്രവർത്തകർ അതിരാവിലെ തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിലെ തിരക്കു കാരണം നിശ്ചയിച്ചിരുന്നതിലും 2 മണിക്കൂർ വൈകിയാണ് പുനലൂർ നഗരസഭാ പ്രദേശത്തെ സ്വീകരണ പരിപാടികൾ അവസാനിച്ചത്. പുനലൂർ നഗരസഭാ പരിധിയിൽ 22 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരുന്നത്. ശ്രീലക്ഷ്മി, മാളു, സുമാബിജു, യശോദ, സിന്ധു ടി, ശശികുമാരി, ലതിക, ജെയ്സി, ജിബി ജോസ്, അനീറ്റ, വത്സല, സബുനിസ, തങ്കമണി, രാജമ്മ, തങ്കമ്മ, അന്നമ്മ ബാബു, സാലി, ബിന്ദു വേണു, അനഘ, പ്രസന്ന, സജി, മുരുകൻ, കുഞ്ഞുമോൾ, ചന്ദ്രിക, സുനിത, സരസമ്മ, ബേബുലത, അമ്പിളി, ഷീല, കാവ്യ, KR ഗോപിനാഥൻ നായർ, ജി വിജയകുമാർ, ബി പ്രകാശ്, NK ശക്തിധരൻ, രമേശൻ നായർ, AK ഫൈസൽ, ബി മധുകുമാർ, മോഹനൻ, ഹരിഹരൻ, പ്രേംകുമാർ, NG സോമസുന്ദരം, അയ്യപ്പൻ, മനു മോഹൻ, അനീഷ് കുമാർ, രാജേന്ദ്രൻ, BK അലക്സാണ്ടർ, R രാജ്കുമാർ, മണി ബാബു, ബൈജു, അമൽ ശക്തിധരൻ, ആളുകൾ നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജയ്യനായ അമരക്കാരൻ സഖാവ് എം.എ. ബേബി TB ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോരുത്തരായി കടന്നു വന്ന് സ്വീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഖാവിന് ആവേശോജ്വലമായ വികാരനിർഭരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് TB ജംഗ്ഷനിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ നൽകുന്ന സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഖാവ് എം.എ. ബേബി
തുടർന്ന് തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കരയിൽ എത്തിയ LDF സ്ഥാനാർത്ഥിയെ പഞ്ചായത്തിലെ LDF പ്രവർത്തകർ ഊഷ്മളമായി വരവേറ്റു. നമ്മുടെ പ്രിയപ്പെട്ടവൻ ദേശിംഗനാടിന്റെ അഭിമാനം തോട്ടം തൊഴിലാളികൾ നൽകുന്ന ആവേശഭരിതമായ ചാലിയക്കരയിലെ തോട്ടം തൊഴിലാളികൾ നൽകുന്ന ആവേശഭരിതമായ സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മുടെ അഭിമാനം, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 1 നെടുമ്പാറയിലാണ് ഊണ് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ സ്വീകരണ കേന്ദ്രങ്ങളിലെ ജനബാഹുല്യം കാരണം വൈകിട്ട് 4 മണിക്കാണ് സ്ഥാനാർത്ഥി നെടുമ്പാറയിൽ ഉച്ചയൂണിനെത്തിയത്. നെടുമ്പാറയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. സഖാക്കളും സഹോദരീ സഹോദരന്മാരും ഹാരമണിയിച്ച സഖാവിനെ സ്വീകരിക്കണം എന്നറിയിക്കുകയാണ്. മുഴുവൻ സഹോദരീ സഹോദരന്മാരും ഹാരമണിയിച്ച് സ്വീകരിക്കുക. ആരുടെയും പേരെടുത്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഴുവൻ ആളുകളും സഖാവിനെ. അവിടെ നിൽക്കുന്ന സഹോദരിമാർ മുന്നോട്ട് വരണം. അല്ലാതെ കുഴപ്പമില്ല, സമയമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വീകരണം നൽകുവാൻ എല്ലാവരും പേര് വിളിക്കുന്നില്ല, കൃത്യമായി എത്തണം. ഇവിടെ ഉച്ചയൂണും 15 മിനിറ്റ് വിശ്രമവും കഴിഞ്ഞ സ്ഥാനാർത്ഥി തോട്ടം മേഖലയിലേക്ക്. അമ്പനാട്ടും ആനച്ചാടിയിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ മണിക്കൂറുകൾക്ക് മുൻപേ ജനം തടിച്ചുകൂടിയിരുന്നു. ശ്രീലങ്കൻ അഭയാർത്ഥികളായ തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികളോട് തമിഴിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. തോട്ടം മേഖലയിലെ സ്വീകരണം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി ആര്യങ്കാവിലെത്തിയത് 4 മണിക്കൂർ വൈകിയാണ്. സ്വീകരണം നൽകാനുള്ള എല്ലാ സമുദായിക പ്രവർത്തകരും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് ബേബിയെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ആര്യങ്കാവും പിന്നിട്ട് തെന്മലയിലെ സ്വീകരണ കേന്ദ്രത്തിലെത്തുമ്പോൾ സമയം രാത്രി 9:45. രാവേറെയായെങ്കിലും തങ്ങളുടെ സഖാവിന് സ്വീകരണം നൽകാൻ വൻ തിരക്കാണ് ഓരോ കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടത്. തെന്മല ഡാം ജംഗ്ഷനിൽ സ്വീകരണ പരിപാടിക്കെത്തുമ്പോൾ രാത്രി 10 മണി. തള്ളണ്ട, എല്ലാരും മല വാങ്ങിച്ചോണ്ട് പോവും. തള്ളണ്ട, നിങ്ങൾ തള്ളണ്ട. മൈക്കോ 10 മണി കഴിഞ്ഞോണ്ട് ഉപയോഗിക്കാൻ അടുത്തടിക്കും. 10 ശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുള്ളതിനാൽ മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കാതെയാണ് ബേബി പ്രവർത്തകരോട് നന്ദി പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചത്. ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുകയാണ്. മൈക്കില്ലാത്തതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഏപ്രിൽ 10-ാം തീയതിയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വോട്ടെടുപ്പ്. അന്നേ ദിവസം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ രാവിലെ അവരവരുടെ പോളിംഗ് ബൂത്തിൽ ആദ്യം അണിനിരക്കുന്ന ക്യൂവിൽ തന്നെ എത്തിച്ചേരുകയും പിന്നീട് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉച്ചഭാഷണി ഇല്ലാതെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. തുടർന്ന് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ വഴി ഉറുകുന്നിലെത്തിയപ്പോൾ സമയം 11 പിന്നിട്ടു. എന്നാൽ ഇരുൾമറയെപ്പോലും വകവെക്കാതെ സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലി ബേബിയെ സ്വീകരിക്കാൻ ഓരോ കേന്ദ്രങ്ങളിലും കാത്തുനിന്നു. ആനപ്പെട്ടകൊങ്കൽ ഇടമൺ സത്രം വഴി ഇടമൺ 34-ൽ എത്തുമ്പോൾ അർദ്ധരാത്രി. പുനലൂർ മേഖലയിലെ സ്വീകരണ പരിപാടി സമാപിക്കുമ്പോൾ 12 കഴിഞ്ഞു. എന്നാൽ ബേബിയെ കാണുന്നതിനും സ്വീകരിക്കുന്നതിനും ഐക്യദാർഢ്യം അറിയിച്ച് രക്തഹാരങ്ങൾ അർപ്പിക്കുന്നതിനുമായി മലയോരത്തെ ജനം രാവേറെയായിട്ടും കാത്തുനിന്നു. പുനലൂർ മണ്ഡലത്തിലെ സ്വീകരണം പിന്നിട്ട് അദ്ദേഹം കൊളുത്തൂപ്പുഴയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴേക്കും രാത്രിയെ പകലാക്കി ആവേശമണയാതെ പ്രവർത്തകർ കാത്തുനിന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മുൻകാലങ്ങളിൽ UDF-നൊപ്പം നിന്ന ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പത്തനാപുരം മണ്ഡലങ്ങൾ ഇക്കുറി LDF-നൊപ്പമാണെന്ന് ചെങ്ങറ സുരേന്ദ്രൻ. തനിക്ക് പര്യടനത്തിനിടെ ലഭിച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നും ചെങ്ങറ ലൈവ് വാർത്തയോട് പറഞ്ഞു. തുടക്കത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. ഭയം എന്ന് പറയുന്നത് ഞങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞ നിയമസഭ, കഴിഞ്ഞ പാർലമെന്റ് എല്ലാം നോക്കും. നിയമസഭയിൽ ഞങ്ങൾക്ക് 10,600 വോട്ട് കൂടുതലാണ് ഈ മാവേലിക്കര പാർലമെന്റ്. പക്ഷേ പാർലമെന്റിൽ ഞങ്ങൾ പുറകിലായിരുന്നു, 48,048 വോട്ടിന് പുറകിലായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾക്കുള്ള ഒരു വിലയിരുത്തൽ ചങ്ങനാശ്ശേരി, പത്തനാപുരം, ചെങ്ങന്നൂർ ഈ 3 മണ്ഡലങ്ങളാണ് UDF-ന് മുൻപിൽ പോകുന്നത്, ബാക്കി LDF-ന് മുൻപിൽ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഈ പറയുന്ന പത്തനാപുരവും ചങ്ങനാശ്ശേരിയും ചെങ്ങന്നൂരും LDF-ന് കുറച്ചുകൂടി മേൽക്കൈ വരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കിട്ടുന്നത്. ഒരുപക്ഷെ ഈ 3 മണ്ഡലത്തിലും LDF ലീഡ് ചെയ്താൽ അതിശയിക്കാനില്ല. ആ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെറുതെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ അതിമോഹത്തിൽ പറയുന്നതല്ല. എനിക്ക് കണ്ട ഒരു പ്രതികരണത്തിൽ നിന്ന് ഈ 7 അസംബ്ലിയിലും മിക്കവാറും LDF ലീഡ് ചെയ്യാനാണ് സാധ്യത. ഞങ്ങൾ 100% ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്, അതിന് യാതൊരു സംശയവും. വർണ്ണങ്ങളിലും വ്യത്യസ്തതകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നു. ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തിരക്കിലാണ് പ്രവർത്തകർ. സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവും പേരും പതിപ്പിച്ച നക്ഷത്രങ്ങളും ബലൂണുകളും പുറത്തിറക്കിയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപൂരമാക്കുന്നത്. കാഴ്ചയെത്തുന്ന ചുവരുകളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ പുഞ്ചിരിക്കുന്ന മുഖം. അരിവാൾ ചുറ്റിക നക്ഷത്രവും മൺവെട്ടിയും മൺകോരിയും താമരയുമെല്ലാം ചുവരുകളിൽ വർണ്ണങ്ങളിൽ തിളങ്ങുന്നു. ഇതിനു പുറമെയാണ് അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന വർണ്ണ ബലൂണുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന മുഖങ്ങൾ. LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പ്രചരണത്തിനായി പുനലൂരിൽ നക്ഷത്രങ്ങളും ബലൂണുകളും വ്യാപിപ്പിച്ചിട്ടുണ്ട്. MA ബേബിക്ക് വോട്ടഭ്യർത്ഥിച്ച് പ്രചരണം നടത്താൻ കൂറ്റൻ LED സ്ക്രീൻ സ്ഥാപിച്ച വാഹനം മണ്ഡലത്തിലുടനീളം എത്തുന്നുണ്ട്. മൊബൈൽ സ്റ്റേജിനായി സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലാണ് കാതടപ്പിക്കുന്ന ശബ്ദവിന്യാസത്തിൽ LED സ്ക്രീനിലൂടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. പ്രധാന കവലകളിലെല്ലാം വാഹനം നിർത്തി അരമണിക്കൂറിലേറെ സമയം പ്രദർശനം നടത്തുന്നുണ്ട്. എതിരാളികളുടെ കാൽപാദത്തിൽ മാനം പണയം വയ്ക്കില്ല. കൊല്ലത്തിന്റെ ഹൃദയ ചുവരിൽ ചുവന്നലിപിയാൽ എഴുതേണം MA ബേബി, MA ബേബി. സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന, ONV കുറിപ്പിന്റെ കവിത, തിരഞ്ഞെടുപ്പ് ഗാനങ്ങളും ദൃശ്യങ്ങളും കോർത്തിണക്കിയവ തുടങ്ങിയവയാണ് പ്രദർശിപ്പിക്കുന്നത്. ഉത്സവമേളം തീർക്കുന്ന പ്രചരണം അവസാനിക്കാൻ ഇനി എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ മാത്രം. ലഭിക്കുന്ന സമയം പാഴാക്കാതെയുള്ള പ്രചരണത്തിലാണ് പ്രവർത്തകർ. ഇലക്ഷൻ ഡെസ്ക്, ലൈവ് വാർത്ത. പുനലൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. കല്ലടിയാറ്റിലെ ജലനിരപ്പ് ഉയർത്താൻ പേപ്പർ മിൽ തടയണയുടെ ഉയരം കൂട്ടാൻ കൌൺസിൽ പ്രമേയം പാസാക്കി. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി C. സുജേതകുമാരി അമ്മയുടെ സാന്നിധ്യത്തിലാണ് അവലോകന യോഗം ചേർന്നത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭയുടെ 3 വാഹനങ്ങളിൽ രാവും പകലും കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെങ്കിലും 35 വാർഡുകളിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യം കണക്കിലെടുത്ത് തഹസിൽദാരുമായി നഗരസഭാ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഒരു വാഹനം കൂടി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ദിവസം 3 തവണ മാത്രമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്. ഇതിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് റവന്യൂ അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു. കല്ലടയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് കുടിവെള്ള വിതരണത്തിന് തടസ്സമാകുന്നുണ്ട്. ആറ്റിലെ മണലൂറ്റും ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള പമ്പിങ്ങുമാണ് ജലനിരപ്പ് വലിയ തോതിൽ താഴാൻ കാരണമാകുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിന് കല്ലടയാറ്റിൽ പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാനോ പുതിയ തടയണ നിർമ്മിക്കാനോ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും അടിയന്തര യോഗത്തിൽ പാസായി. ഉപാധ്യക്ഷൻ S. ബിജു ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗവൺമെന്റ് ഈ കുടിവെള്ള പദ്ധതിക്ക് പണം തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രി PJ ജോസഫ് ഇപ്പോൾ 1-2 യോഗങ്ങളിലായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇതിനു മുമ്പ് മുൻ ചെയർപേഴ്സണും ഞാനിവിടെ പോയപ്പോൾ തന്നെ അദ്ദേഹം ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു നിങ്ങളുടെ കുടിവെള്ള പദ്ധതിക്ക് പൈസ തരാം എന്ന്. അപ്പോ ഇതാണ് അതിന്റെ സ്ഥിതി. 96,27,00,000 രൂപയുടെ DPR ആണ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഇയർ എൻഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ടേബിളിലെത്തും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിനോയ് രാജൻ അനുവാദകനായി. പ്രമേയം യോഗം ഐകകണ്ഠ്യേന പാസാക്കി. റവന്യൂ വകുപ്പ് മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ADM, തഹസിൽദാർ എന്നിവർക്ക് പ്രമേയത്തിന്റെ പകർപ്പ് അയച്ചു കൊടുക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചുടുകട്ടപ്പാലം നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നു.
ദാഹജലത്തിനായി നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നിരാശയാണ് ഫലം. തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ചുടുകട്ടപ്പാലം നിവാസികളാണ് ഒരിറ്റ് ദാഹജലത്തിനായി അലയുന്നത്. ഉയർന്ന പ്രദേശമായ ഇവിടെ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കുന്നിൻ പ്രദേശമായ ഇവിടെ കിണർ കുഴിക്കാൻ സാധിക്കില്ല. കിണർ കുഴിച്ചാലും പാറയായതിനാൽ വെള്ളം കിട്ടാറുമില്ല. മിക്ക കുടുംബങ്ങളും വനത്തിലെ അരുവികളിൽ നിന്നും പൈപ്പിട്ടാണ് വെള്ളമെടുക്കുന്നത്. എന്നാൽ വന്യമൃഗങ്ങൾ പൈപ്പുകൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചാലും റെയിൽവേ പാത മറികടക്കേണ്ടതിനാൽ ഇവിടെ വെള്ളമെത്തിക്കാനും ബുദ്ധിമുട്ടാണ്. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വിവരിച്ച് നാട്ടുകാർ നിരവധി തവണ തെന്മല ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളമില്ലാതെ മനുഷ്യർ മരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഇവിടെ മലയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെയുള്ള ഇത്ര ആൾക്കാർ കഴിയുന്നത്. അതിപ്പം ആനകളുടെയും മൃഗങ്ങളുടെയും ശല്യം കാരണം അതും ഇല്ലെന്നായി. വേനൽ കടുക്കുന്നതിനാൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് മേൽപ്പാലത്തിന് സമീപം മസ്ജിദിലേക്ക് നീളുന്ന റോഡിന്റെ നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ടാറിംഗ് പൂർത്തിയായ ആദ്യ ദിവസം തന്നെ ടാർ ഇളകി. ദിവസം തോറും റോഡ് കൂടുതൽ തകരുകയാണ്. ഇത് ജനങ്ങളുടെ മണ്ണിൽ പൊടിവാരിയിടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിരുന്നില്ല. ഇവിടെ ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിരന്തരം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ വണ്ടികൾ വാഹനങ്ങൾ ഇവിടെ പോകുന്നത് അങ്ങോട്ടും യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ തയ്ക്കാവുണ്ട്. കുറച്ച് മദ്രസ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു ബമ്പ് വെച്ച് തരാൻ പറഞ്ഞൊക്കെ അവർക്ക് പറ്റിയിട്ടില്ല. കാരണം എപ്പോൾ മെനഞ്ഞാന്നൊരു കുട്ടിയുടെ മണ്ടേതാണ് വാഗണർ വണ്ടി ഞങ്ങൾ പൊക്കി മാറ്റിയ കുട്ടി അവിടെ നിന്ന് രക്ഷിച്ചു വിട്ടത്. പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തൽ രാഘവനും ചേർന്ന് വൻ അഴിമതിയാണ് റോഡ് നിർമ്മാണത്തിൽ നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ തറയുന്നത്. അതുകൊണ്ട് അവർ എഴുതി വെച്ച ബോർഡുണ്ട്. 5 ലക്ഷം രൂപ അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ പാത്തല രാഘവൻ, മുസ്ലിം സ്ട്രീറ്റ് വാർഡ് മെമ്പർ ഷൂജ ജസീം. ഈ പറഞ്ഞ മെമ്പർ 2 ദിവസം ഇവിടെ താറ് പണി നടന്നിട്ട് ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. 1.5 ദിവസം കൂടെ താറ് പണിയും ഒരു പണി കഴിഞ്ഞിട്ട് ഉള്ള സർവ്വസാധനവും വാരിക്കൊണ്ട് ഇവിടുന്ന് പോവുകയായത്. അപ്പോൾ ഇത്രയുള്ള പണിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു 2 ദിവസത്തിനകം ഫൈനൽ ടച്ച് ഇവിടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ 4 ദിവസം കൂടി തണുത്ത് പോകും. തണുത്ത് കഴിഞ്ഞാൽ റോഡ് ശരിയാവുന്ന ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറും ഇവിടെ നടന്നുകൊണ്ട് പോയവരെല്ലാം വന്നു. ഇവിടുത്തെ കോൺട്രാക്ടർ പിന്നെ ഏരിയ വന്നിട്ടില്ല. കോൺട്രാക്ടർ ഓടാടത്തുള്ള ഒരാളാണെന്ന് നമുക്കറിയാവും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വർണ്ണാഭമായ ഘോഷയാത്രയോടെ പുനലൂരിൽ മീനഭരണിക്ക് സമാപനം. ഉത്സവത്തിൽ പങ്കുചേരാൻ കിഴക്കൻ മേഖല പുനലൂരിലേക്ക് ഒഴുകി. 10,000ങ്ങളെ ഭക്തിലഹരിയിൽ ആറാടിച്ച മീനഭരണി ഘോഷയാത്ര. തൊളിക്കോട് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പുനലൂർ ടൌൺ വഴി ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. മുത്തുക്കുടയും ഗജവീരന്മാരും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവീകി. നിരവധി ഫ്ലോട്ടുകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഘോഷയാത്ര കാണുന്നതിനും പങ്കുചേരുന്നതിനും വൻ ഭക്തജന തിരക്കാണ് പുനലൂരിൽ അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാലപ്പഴക്കം ചെന്ന കൊട്ടാരക്കര വില്ലേജ് ഓഫീസ് പരാധീനതകൾക്ക് നടുവിൽ നട്ടം തിരിയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത കെട്ടിടം രാത്രികാലത്ത് സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്.
ചുറ്റുമതിലില്ലാത്ത വില്ലേജ് ഓഫീസ് കെട്ടിടം രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. ഓട നിർമ്മാണത്തിലെ അപാകത മൂലം മഴ സമയത്ത് വില്ലേജ് ഓഫീസിലേക്ക് ജീവനക്കാർക്കോ ആവശ്യങ്ങളുമായി എത്തുന്ന ജനങ്ങൾക്കോ പ്രവേശിക്കാൻ സാധ്യമല്ല. ഓഫീസിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഫയലുകളും മറ്റും നശിച്ച നിലയിലാണ്. വർഷങ്ങൾക്ക് മുൻപേയുള്ള ഈ കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലാണ്. കൊട്ടാരക്കരയിൽ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ പ്രവർത്തനരഹിതമായി ഒഴിഞ്ഞുകിടപ്പുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസ് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുവാൻ വകുപ്പ് അധികൃതർ താൽപര്യം കാണിക്കാറുമില്ല. ഓഫീസ് ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. കാട് കയറി കിടക്കുന്നതിനാൽ പരിസരത്ത് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. ഓഫീസിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. രാത്രികാലങ്ങളിൽ മദ്യപാനികൾ ഉൾപ്പെടെ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപത്തായതിനാൽ ഇവിടെ രാത്രികാലത്ത് പോലീസ് പരിശോധനയും ഉണ്ടാകാറില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.എ. ബേബിക്ക് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പത്തനാപുരം മണ്ഡലങ്ങൾ ഇക്കുറി LDF-നൊപ്പമെന്ന ചെങ്ങറ സുരേന്ദ്രൻ. പുനലൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർത്താൻ പേപ്പർ മിൽ തടയണയുടെ ഉയരം കൂട്ടാൻ കൌൺസിൽ പ്രമേയം. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചുടുകട്ടപ്പാലം നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നു. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.